കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മണർകാട് വരുന്ന ഈ പ്രോജക്റ്റ് 3400 സ്ക്വയർ ഫീറ്റിൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ട്രോപ്പിക്കൽ ഡിസൈനിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസാണ് ഈ പ്രോജക്റ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്ലാനിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഓൾമോസ്റ്റ് 50 സെൻറ്റോളം വരുന്ന 50 സെൻറ്റ് വരുന്ന ഒരു പ്ലോട്ടാണിത്. നമ്മൾ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട്. അതിൽ നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ മാക്സിമം കാർ പോർച്ച് കൂടി കൺസിഡർ ചെയ്ത് മാക്സിമം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കട്ടിങ് വരുന്ന ഒരു ഏരിയയിൽ ഒരു പോണ്ട് വരുന്നത്, ഒരു കോയി പോണ്ട് വന്ന് കണക്ട് ചെയ്ത് ഈ സിറ്റ് ഔട്ടുമായിട്ട് കണക്ട് ചെയ്ത് എൽ ഷേപ്പിലൊരു പോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞ പോലെ 4 ബെഡ്റൂം പ്ലസ് അമ്യൂണിറ്റീസ് ആണ് വന്നിട്ടുള്ളത്. എൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ബാലൻസ് വരുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിപ്പോവാം. ഓൾമോസ്റ്റ് 7 മീറ്റർ ബൈ 1.8 വിഡ്ത്ത് വരുന്ന ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു സീറ്റിംഗ് കം ഷൂറാക്കോടുകൂടിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വിശാലമായ സിറ്റൗട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ഫാമിലി ലിവിങ്ങിൻ്റെ കാര്യം എടുത്താൽ നോർത്ത് വാള്, അതായത് വൈഡായിട്ടുള്ളൊരു നോർത്ത് വാള് വിത്ത് TV, ഷെൽഫ്, ബുക്ക് ഷെൽഫ് തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടി പ്രൊവൈഡ് ചെയ്താണ് ആ ഫാമിലി ലിവിങ് ഉള്ളത്. പിന്നെ ഈസ്റ്റ് സൈഡിലേക്ക് ഒബ്വിയസ്ലി നമുക്ക് പൊസിഷൻ കിട്ടേണ്ട, ഫേസിങ് കിട്ടേണ്ട ഈസ്റ്റ് സൈഡിലേക്ക് പ്രയർ യൂണിറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രയർ യൂണിറ്റ് ഈസ്റ്റ് സൈഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പാസേജിൽ ഇത്രയും ആളുകൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്ന് പ്രയറോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. ഈ ഫോയർ സ്പേസ് യൂസ് ചെയ്യാം. ഫാമിലി ലിവിങ് നല്ലൊരു കൗണ്ട് ഓഫ് ആളുകൾക്ക് നിന്ന് ഒരു പ്രയർ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷനാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഫാമിലി ലിവിങ്ങിലേക്ക് ഇപ്പം TV കാണുന്നവരോ അല്ലെങ്കിൽ പ്രയറിലായിരിക്കുന്നവർക്കോ ഒന്നും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഈ മെയിൻ ഡോർ കയറി, സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കയറി ഈ ഫോയർ സ്പേസ് വഴി ഒരു ട്രാഫിക് മാനേജ് ചെയ്ത് നമുക്ക് പാസേജിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വിധത്തിലാണ് ഒരു ഫോയർ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഫോയറിൻ്റെ സൈഡിലായിട്ട് സീറ്റിങ്, ഷൂറാക്ക്, സ്റ്റോറേജ് തുടങ്ങി ഒരു സെപ്പറേഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ പാസേജ് ഫോയർ സ്പേസ് ആയിട്ട് അങ്ങനെ നിൽക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഇൻസൈഡിലെ പാസേജിലേക്കാണ്. അങ്ങനെ ആ ഫോയർ സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മാക്സിമം നമ്മൾ ആ സ്റ്റോറേജ് സ്പേസ് കൊണ്ടും ആ സീറ്റിംഗ് സ്പേസ് കൊണ്ടും മാക്സിമം ആ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പാസേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ പാസേജ് ആണ് വീടിൻ്റെ ഒരു മർമ്മപ്രധാനമായ കാര്യം. അതായത് നമ്മളെല്ലാ ഇടങ്ങളിലേക്ക്, എല്ലാ ഏരിയയിലേക്കും നമ്മളെ എത്തിക്കുന്നത് ഈ പാസേജിൽ നിന്നാണ്. നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ്, മാസ്റ്റർ കിച്ചണ്, അതുപോലെ ഫാമിലി ലിവിങ്, പിന്നെ പാസേജിൽ നിന്ന് കോർട്ട്യാർഡിലേക്കുള്ള ആക്സസ്, ഈ ഫോയർ സ്പേസ് വഴി സിറ്റൗട്ട് വഴി പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള സൗകര്യം, അതുപോലെ 3 ബെഡ്റൂംസ് ഒരു കോർണറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ 3 ബെഡ്റൂംസിലേക്ക് ഈ പാസേജിൽ നിന്നാണ് നമ്മൾ ആക്സസ് ചെയ്തത്. അപ്പോൾ പാസേജ് ഉണ്ട്, സ്ട്രെയിറ്റ് എൻഡ് ടു എൻഡ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മോസ്റ്റ് എൻഡിൽ, നോർത്ത് എൻഡിൽ ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു കിച്ചൻ്റെ ഇടയിലായിട്ട് നമ്മളൊരു കോമൺ വാഷ് സ്പേസിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രൈവസി നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം ഒരു ഫാമിലി ലിവിങ്ങിനകത്തൂടെ കയറിയോ അല്ലെങ്കിൽ ഒരു ഡൈനിങ്ങിനകത്തൂടെ നടന്നോ ഒന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാസേജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്, ഇൻഡിപെൻഡൻറ്റ് പാസേജാണ്, പാസേജ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും അതിൻ്റേതായ പ്രൈവസി കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ കോമൺ ടോയ്ലറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ ഈ സ്റ്റെയർ കേസ് വഴി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ആക്സസ് എല്ലാം നമ്മൾ ഈ പാസേജാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഒരു സെൻറ്റർ പോർഷനായിട്ട് നിൽക്കുന്നത് ഈ പാസേജാണ്. പിന്നീട് ഈ സ്റ്റെയർ കേസ് വഴി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടിപ്പിക്കലി താഴെയുള്ള പാസേജിൻ്റെ ടോപ്പിലും ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ട്. അത്രത്തോളം നീളത്തിലല്ല എങ്കിലും ആ പാസേജ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പർ ലിവിങ്, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ഒരു ബെഡ്റൂമിലേക്ക് അതുപോലെ 2 ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ 2 ഓപ്പൺ ടെറസ് എന്നിവിടങ്ങളിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതും ഈ പാസേജ് തന്നെയാണ്. പിന്നെ ഈ പാസേജിൽ നിന്നാണ് നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർട്ട്യാർഡിലേക്കൊരു വിസിബിലിറ്റി വരുന്നുണ്ട്. അത് കൂടാതെ ഒരു ക്ലോസ്ഡ് ബാൽക്കണി, അതുപോലെ ഒരു ഓപ്പൺ ബാൽക്കണി ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഓപ്പൺ ടെറസിലേക്ക് പാസേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ റൂഫിലേക്ക്, അതായത് വാട്ടർ ടാങ്ക് പോലുള്ള സർവീസ് ഏരിയയിലേക്കൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റീൽ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഇതിൻ്റെ ലേഔട്ടിങ് നമ്മൾ സോണിങ് ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു.
ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയും പ്രത്യേകിച്ച് ഈ പ്രോജക്റ്റിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ സ്പോട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മാസ്റ്റർ ബെഡ്റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്രോസ് പാസേജ് ഇല്ല. ക്രോസ് പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ വഴി ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിലേക്കോ കയറേണ്ട സിറ്റുവേഷൻസ് ഇല്ല. ഡോറ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡിൽ നമുക്ക് ഡ്രസ്സിങ്ങും അവിടുന്ന് നമ്മൾ ലീഡ് ചെയ്യുന്നത് ടോയ്ലറ്റ് വാഷിലേക്കാണ്. അപ്പോൾ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും റൂമിലേക്ക് വരുന്നില്ല. പ്ലസ് മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ നമ്മളൊരു ടി വി കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബേ വിൻഡോസ് ഉണ്ട്, അതുപോലെ വാർഡ്രോബ്സ്, അതുപോലെ സ്റ്റഡി ടേബിളിനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പൊസിഷനിങ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു ക്രോസ് വെന്റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 വാൾസിൽ നമുക്ക് വിൻഡോ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അതായത് ഈ സൗത്ത് വോളിലും ഈ വെസ്റ്റ് വോളിലും നമ്മൾ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ക്രോസ് വെന്റിലേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഇതേപോലെ തന്നെയാണ് എല്ലാ റൂംസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നീട് എടുത്തു പറയാനുള്ളത് ഈ വീടിൻ്റെ ഒരു മർമ്മം ആയി നിൽക്കുന്ന മറ്റൊരു സംഗതി ഇതിൻ്റെ കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോക്കറ്റ് സ്പേസ് അല്ല, വളരെ വിശാലമായ ഓൾമോസ്റ്റ് 9.25 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട്. ഒരു ഫാമിലി ഗ്യാതറിങ്ങിന് പറ്റുന്ന വിധത്തിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കൊടുത്തു, ഗാർഡനിങ്, അതുപോലെ ഒരു ചെറിയ കോഫി ടേബിള്, ചെയർ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ കോർട്ട്യാർഡ് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അതുപോലെ ഈ പാസേജ്, ഈ മെയിൻ ഡോർ കയറി വന്ന് ഈ ഫോയർ വഴി നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് വിസിബിലിറ്റി ആ കോർട്ട്യാർഡിലേക്കാണ് വരുന്നത്. പിന്നെ ആ കോർട്ട്യാർഡിൽ നിന്ന് നമുക്ക് ഈ ഫാമിലി ലിവിങ്ങിൽ ഇരിക്കുന്നവർക്കും ഡയറക്റ്റ് കോർട്ട്യാർഡ് വിസിബിളാണ്. ഇതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ചാൽ മാക്സിമം ലൈറ്റിൻ്റെ എയറിൻ്റെ ഇൻടേക്ക്, അതുപോലെ നല്ലൊരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ കോർട്ട്യാർഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഒത്ത നടുക്കായിട്ട് കൊടുത്തിരിക്കുന്ന കോർട്ട്യാർഡ്. പിന്നെ സാധാരണ രീതിയിൽ നിന്നും അല്പം കൂടെ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈ പ്രോജക്റ്റിനെ നിർത്തുന്നത് ഇതിൻ്റെ മാസ്റ്റർ കിച്ചണാണ്. ഈ കിച്ചണ് നമ്മൾ സ്പേഷ്യസ് ആയിട്ട് ലേ ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നോർമലിയുള്ള കൗണ്ടർ സ്പേസ് കൂടാതെ ഇതുണ്ടോ സെൻട്രലൊരു ഐലൻഡ് കിച്ചൺ കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇപ്പം വളരെ നോർമലായി വന്നിരിക്കുക. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കാതെ ഒരു ആർക്കിട്രേവ് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി വിട്ടിട്ട് ഡൈനിങ്ങിലേക്ക് ഡയറക്റ്റ് ഫുൾ വിസിബിലിറ്റി കിട്ടുന്ന വിധത്തിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ എങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡ് കിച്ചനകത്ത് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കുക്കിങ്ങിനുള്ള ഹുഡ് ആൻഡ് ഹൂബ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് പോലുള്ള കാര്യങ്ങൾക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് അല്പം റൈസ് ചെയ്തിട്ട് ആ കൗണ്ടർ സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഈ മാസ്റ്റർ കിച്ചൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഒരു വാക്കിംഗ് കിച്ചണ് അടുത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്ലാനും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും. അപ്പോൾ നമുക്കിനി അതിൻ്റെ 3D മോഡലിലേക്ക് ഒന്ന് പോകാം. എങ്ങനെയാണ് അതിൻ്റെ മോഡലിംഗ് ചെയ്ത് പോയിട്ടുള്ളത്, എലിവേഷനെ നമ്മൾ ട്രോപ്പിക്കൽ ടച്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ റെൻഡർ ചെയ്തൊരു 3D വ്യൂ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു നൈറ്റ് വ്യൂവിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നൈറ്റ് വ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ എലിവേഷനിൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇലക്ട്രിക്കൽ ഡ്രോയിങ് സെപ്പറേറ്റ് വരുന്നുണ്ടെങ്കിലും ഇലക്ട്രീഷ്യനൊക്കെ എക്സിക്യൂഷൻ ടൈമിൽ ഞങ്ങൾ ഈ ഡ്രോയിങ് കൊടുക്കുന്നുണ്ട്. കാരണം നൈറ്റ് വ്യൂ വെച്ചിട്ട് എവിടെയൊക്കെയാണ് ലൈറ്റ് പോയിൻറ്റ്സ് വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റോറി ആയിട്ട് നിൽക്കുന്നു. ഒരു ട്രോപ്പിക്കൽ ട്രഡീഷണൽ ഫ്യൂഷനിലാണ്. അതുപോലെ കണ്ടംപററി എലമെൻറ്റ്സും എല്ലാം അതിനകത്ത് കയറി മിക്സപ്പായിട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഈ സെൻട്രൽ പോർഷനിലേക്കാണ്. ഇതൊരു ഓപ്പൺ ടെറസിൽ അവിടെ പ്ലാന്റിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഗ്രിൽ വർക്ക് ചെയ്ത് കവർ ചെയ്തിരിക്കുക ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമ്മൾ ആ പ്ലാനിൽ കാണിച്ച പോലെ ഇതൊരു ബാർ കൗണ്ടർ വരിക. ആ ബാർ കൗണ്ടറിൽ നിന്ന് ഒരു ബാൽക്കണി കൊടുത്ത് ഈ എലിവേഷനിൽ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂമാണ്. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ വരുന്നത് നമ്മുടെ അപ്പർ ലിവിങ്ങോ. അപ്പർ ലിവിങ്ങിൽ നിന്ന് കണ്ട് വെളിയിലേക്ക് ഒരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അകത്തുനിന്ന് സൗകര്യമാണ് ഇറങ്ങി വെളിയിൽ നിൽക്കാനും. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു നെൽപ്പാടമൊക്കെ വരുന്നുണ്ട്, നല്ല കാറ്റുമൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ ബാൽക്കണി നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. അതുകൂടാതെ റൈറ്റ് സൈഡിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ബാർ കൗണ്ടറാണ്. ബാർ കൗണ്ടർ സെമി ക്ലോസ്ഡ് ആയിട്ട് വെർട്ടിക്കൽ നമ്മൾ ലൂവേഴ്സ് കൊടുത്തിട്ട് ഒരു ഫാക്കൽ ഡിസൈൻ കൊടുത്തിട്ടാണ് നമ്മൾ അതിനവിടെ കവറപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോപ്പും ഈ ബാർ കൗണ്ടറിൻ്റെ ആ ഓപ്പൺ ടെറസ് ഏരിയ വരുന്ന ബാർ കൗണ്ടറിൻ്റെ ഏരിയ എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ കവറപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ബൗണ്ടറി വാൾ പോലും നമ്മൾ ഇപ്പോഴേ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാണ്. ഇതനുസരിച്ച് പോകണം. കാരണം സ്റ്റോൺ ക്ലാഡിങ് വീടുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ
സ്റ്റോൺ ഗാർഡിങ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഗ്രിൽ വർക്കും കൊടുത്ത് ഇതിൻ്റെ ടോപ്പെല്ലാം ഒരേ ലെവലിൽ വാട്ടർ ലെവലിൽ ഇത് ഫ്ലഷ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് ആ ബൗണ്ടറി വാൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ക്ലേ ടൈൽസിൻ്റെ ക്ലാഡിങ്സും നാച്ചുറൽ ഒരു RR ക്ലാഡിങ്സും അതുപോലെ മാംഗ്ലൂർ റൂഫ് ടൈൽസുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ്ലി UPVC ആണ് എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് എഫക്റ്റ്, ആ വൈറ്റ് കോൺട്രാസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നു. ഒരു ഓഫ് വൈറ്റ് കളറ് കൊടുത്തപ്പോൾ ഈ ഓടുമൊക്കെ ആയിട്ട് നല്ലപോലെ മാച്ച് ചെയ്യുന്ന വിധത്തിലാണ് അതിൻ്റെ കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഗേറ്റ് കയറി ലെഫ്റ്റ് സൈഡിൽ ഈ കോർണറിലായിട്ട് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് ഇത് ഡയറക്റ്റ് ആക്സസ് മഴ നനയാതെ ഒരു റൂഫേജ് കൊടുത്തിട്ട് ആ പാസേജിന് എൻഡി വന്ന് കയറാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3D മോഡൽ വരുന്നത്. നമ്മൾ പ്ലാനിൽ പറഞ്ഞ പോലെ വളരെ വൈഡായിട്ടുള്ള ആ സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ അപ്പർ ലിവിങ്ങിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു ബാൽക്കണി സ്പേസ്. അതിനോട് ചേർന്ന് തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇവിടെയാണ് നമ്മൾ ബാർ കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ബാർ കൗണ്ടറിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് നമുക്കൊരു വ്യൂ ഉണ്ട് ഓപ്പണായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു എയർ പാസിങ്ങിൽ നമ്മൾ സെമി ക്ലോസിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള പാടത്തു നിന്നൊക്കെ നല്ലപോലെ വിൻഡ് ഇൻടേക്കിന് വേണ്ടിയിട്ടാണ്, എയർ ഇൻടേക്കിനും ലൈറ്റ് ഇൻടേക്കിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാക്കേജ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ആ ഓപ്പൺ ബാൽക്കണി നമ്മൾ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഗ്രിൽ വർക്ക് കൊടുത്ത് ഗ്ലാസ് കൊടുത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റിൽ 2 ബെഡ്റൂം, ഡബിൾ ഹൈറ്റിൽ 2 സൈഡിലും ഫിൻവാള് ഇങ്ങനെ മുകളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നു. അതിന് ഒരു ബ്രേസിങ്ങും ആ പ്ലാസ്റ്റിങ്ങിനകത്ത് കൊടുത്തിരിക്കുന്ന ഡിസൈൻ സിവിൽ ഓർണമെൻ്റൽ വർക്കും വെച്ചിട്ടാണ് അതിന് ഹൈലൈഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കൊളോണിയൽ ഫീലും നമുക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡോസ് എല്ലാം ബേ വിൻഡോസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ ലോഫ്റ്റ് ചെയ്തിട്ട് ബ്രിക്ക് ക്ലാഡിങ് കൊണ്ട് അതിനെ കവറപ്പ് ചെയ്തിട്ടാണ് ഈ ഇടയ്ക്ക് ഉള്ള ഒരു ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ കാര്യം എടുത്താൽ ഞാൻ പറഞ്ഞ 2 വണ്ടി വളരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇതുവഴി നമ്മളൊരു പാസേജ് കൊടുത്ത് ഇപ്പം ഡ്യൂറിങ് റെയിൻ ടൈമൊക്കെ ആണെങ്കിൽ ഇതുവഴി നമുക്ക് പാസ് ചെയ്ത് നമ്മുടെ ആ പാസേജിൻ്റെ എൻഡിൽ ഒന്ന് കയറാവുന്ന പോലെയാണ് അതിന് റൂഫിങ് കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ചിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി നമുക്ക് നേരെ ഒരു പാത്വേ വഴി നമുക്ക് പാസേജിൽ വീടിനകത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ റൂഫിങ്ങുകൾ കവറപ്പ് ചെയ്തിരിക്കുന്ന മാക്സിമം ഏരിയ റൂഫുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വാട്ടർ ടാങ്കിന് അങ്ങോട്ട് ആക്സസ് ചെയ്യാനായിട്ട് സ്റ്റെയർ കേസും മറ്റും പ്രൊവൈഡ് ചെയ്തു. വാട്ടർ ടാങ്ക് ഒരു 5 ഫീറ്റ് റേസ് ചെയ്തിട്ടാണ് പ്രഷറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ റൂഫിങ്ങിലെല്ലാം മാക്സിമം നമുക്ക് സോളാർ കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസും കണ്ടിട്ടുണ്ട്. അപ്പം ഈ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ നമ്മുടെ വീടും പ്ലാനും സെഗ്മെൻറ്റിൻ്റെ തുടർന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് നിൽക്കുക. താങ്ക് യു സോ മച്ച്.